ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചേമ്പുംതാള് കൊണ്ടുള്ളൊരു കറി ഉണ്ടാക്കുന്നതാണ് ഞാനിന്ന് വീഡിയോയിലിട്ടിട്ടുള്ളത്. ഈ കറി ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഈ കറി ഉണ്ടാക്കാൻ 3 ചേമ്പുംതണ്ടാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലത്തെ പച്ചത്തോലൊക്കെ ഈണ്ടെടുക്കണം. ഈ താളൊക്കെ തോലിങ്ങനെ ഈണ്ടെടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇപ്പം താളൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 1-2 പ്രാവശ്യം നല്ലോണം കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഊറ്റി മാറ്റുക. ഈ കറിയിലേക്ക് 3/4 കപ്പ് പരിപ്പാണ് ഇട്ടാൽ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു വലിയ തക്കാളിയും കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി കുക്കറിലേക്ക് ആദ്യം താളിട്ട് കൊടുക്കുക, പിന്നെ പരിപ്പ് കഴുകിയിടുക, തക്കാളി മുറിച്ചിട്ട് കൊടുക്കുക. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ചേമ്പുംതാളിൽ വെള്ളമുള്ളതായതിനെ കൊണ്ട് ഒന്ന് വെള്ളം ഊർന്ന് വരും. കുറച്ച് വെള്ളം ഒഴിച്ചാലേ ഈ താളും പരിപ്പൊന്ന് വെന്ത് യോജിപ്പായി കിട്ടുള്ളൂ. ഇനി മൂടിയിട്ടിട്ട് കുക്കർ അടുപ്പത്ത് വയ്ക്കുക. ഒരു 3 വിസിലടിക്കുമ്പോഴേക്കും ഇത് നല്ലോണം വെന്ത് യോജിപ്പായി കിട്ടും കേട്ടോ. കറിയിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് 1.5 കപ്പ് തേങ്ങ ചിരകിയതും 5 പച്ചമുളക്, 5 ചെറിയ ഉള്ളി, ഇത്രയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. മിക്സീൻ്റെ ജാറിൽ ആദ്യം തേങ്ങ അരച്ചതിന് ശേഷം ഒരു 1/4 ടീസ്പൂണ് ജീരകവും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇടുക, എന്നിട്ടൊന്ന് അരച്ചെടുക്കുക. ലാസ്റ്റിലാണ് കേട്ടോ ഈ പച്ചമുളകും ചെറിയ ഉള്ളി ഇട്ടിട്ട് അരയ്ക്കുന്നത്. മറ്റുള്ളി വല്ലാതെ അരിഞ്ഞു പോകും. ഇതിൽ ചുവന്ന മുളക് പൊടി ഇടുന്നില്ല, ഈ പച്ചമുളക് തന്നെയാണ് എരിവിന് വേണ്ടിയിട്ടിട്ടുള്ളത്. അപ്പോഴേക്ക് കുക്കർ വിസിലൊക്കെ വന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കുക. ഇപ്പോൾ ഈ താളും പരിപ്പും തക്കാളിയൊക്കെ നല്ലോണം വെന്ത് യോജിപ്പായിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കയ്യിലുകൊണ്ട് ഇങ്ങനെ ഇളക്കി പാകാക്കുക. ഇനി അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ മിക്സീൻ്റെ ജാറിൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഉപ്പ് പാകം നോക്കിയപ്പോൾ കുറച്ച് പോരായി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലേശം ഞാൻ ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ അരപ്പ് പാർന്നാൽ പിന്നെ വല്ലാതെ അങ്ങനെ തിളച്ച് മറിയരുത് കേട്ടോ. ആ തുള്ളി വരുന്ന സമയത്ത് ഗ്യാസ് ഓഫാക്കുക. അപ്പം ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇന്ന് വറുത്തിടണം. അതിന് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂണ് കടുകിട്ട് പൊട്ടിക്കുക. അപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുക. അപ്പം കടുക് ഉലുവയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് കറിയിൽ ഒഴിക്കുക. അങ്ങനെ മായം കലരാത്ത നാച്ചുറലായിട്ടുള്ള ചേമ്പിൻതാൾ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി നോക്കണേ. ഇനി ഈ കറി ഒരു സെർവിങ് ബൗളിലേക്ക് വിളമ്പി മാറ്റുക. ചോറിൻ്റെ കൂടെയും ചപ്പാത്തീൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ കറി. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ.